കൊല്ലത്ത് വൻ തീപിടുത്തം. തങ്കശ്ശേരി ആൽത്തറമൂടിലെ ഉന്നതിക്കാണ് തീപിടിച്ചത്. 3 വീടുകൾ പൂർണ്ണമായും കത്തിനശിച്ചു. ആളപായമില്ല. വൈകുന്നേരം 7:30ഓടെയായിരുന്നു സംഭവം. ശാന്തിയുടെ വീട്ടിൽ നിന്നാണ് തീ പടർന്നത്. ഈ സമയം വീട്ടിൽ ആളില്ലായിരുന്നു. ഗ്യാസ് സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ച് മറ്റു വീടുകളിലേക്കും തീ പടരുകയായിരുന്നു. 10ഓളം ഫയർഫോഴ്സ് യൂണിറ്റുകളെത്തി മണിക്കൂറുകളെടുത്താണ് തീ അണച്ചത്. അപകട സ്ഥലത്ത് നിന്നും എം മനോജ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ആൽത്തറമൂടിലെ വീടുകൾക്കാണ് തീ പിടിച്ചത്. ഇപ്പോൾ ഫയർഫോഴ്സ് സംഘം, അതായത് കൂടുതൽ ഫയർഫോഴ്സ് സംഘം എത്തി തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. ഏതായാലും വീടുകൾ പൂർണ്ണമായും കത്തി നശിച്ച നിലയിലാണ്. ഈ ദൃശ്യങ്ങളിലൊക്കെ വ്യക്തമാണ്. അതായത് ഒരു വീടിനുള്ളിലേക്കാണ് ഇപ്പോൾ ഈ ഫയർഫോഴ്സ് സംഘം എത്തിയിട്ടുള്ളത്. തീ പൂർണ്ണമായും അണയ്ക്കുവാനുള്ള ഒരു ശ്രമമാണ്. എന്തായാലും ഈ വീട്ടിലാണ്, അതായത് ഈ ഇപ്പോൾ ഫയർഫോഴ്സ് സംഘം നിൽക്കുന്ന വീട്ടിലാണ് ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടായത് എന്നുള്ളത്. അതും ഗ്യാസ് പൊട്ടിത്തെറിച്ചാണ് ഈ ഒരു തീപിടുത്തം ഉണ്ടായത് എന്നുള്ളതാണ് പ്രാഥമികമായി വിലയിരുത്തുന്നത്. അതോടൊപ്പം തന്നെ ഷോർട്ട് സർക്യൂട്ട് ആണോ എന്നുള്ളത് പരിശോധിച്ച് വരുന്നുണ്ട്. എന്തായാലും ഫയർഫോഴ്സ് സംഘം ഇവിടേക്ക് എത്തി മറ്റ് നടപടിക്രമങ്ങൾ, അതായത് കൂടുതൽ ടീം അംഗങ്ങൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഈ വീടിനുള്ളിൽ ആരും ഇല്ലായിരുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും ചേട്ടാ, ഈ വീടിനുള്ളിൽ ആരും ഇല്ലായിരുന്നു എന്നുള്ളത്? ആരുമില്ല. ആർക്കും അപ്പുറത്തേക്കായിരുന്നു. ആരുമില്ലായിരുന്നു. ഗ്യാസ് പൊട്ടിത്തെറിക്കുകയാണ് ചെയ്തത്. അടുത്ത വീടുകൾക്കൊക്കെ 7 വീടിന് കേടുപാടുണ്ട്. 7 വീടിന് കേടുപാടുണ്ട്. അവരെല്ലാം മൊത്തം കത്തി നശിച്ചു. ഈ വീടുകളിലൊന്നും ആൾ ഇല്ലായിരുന്നു. എല്ലാം മറ്റേ ജോലിക്കും മറ്റുള്ള കാര്യങ്ങളും പോയിട്ട് വരുന്ന ടൈമിലായിരുന്നു. പള്ളിയിലും മറ്റേതും പോയിട്ട് വരുന്ന വഴിയാണ്. പിന്നെ 2, 3, 4 വീടുകളൊക്കെ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അവർ ക്രിസ്ത്യൻസ് മേഖലയായതിൽ അവർ വാടക പള്ളിയിലും മറ്റുള്ള കാര്യങ്ങളും പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ആ ഒരു രീതിയിൽ ഒരു അനിഷ്ട സംഭവം നടന്നിട്ടില്ല. ആർക്കും അപായങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. തീർച്ചയായും ആളുകൾക്കാർക്കും അപായമൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. എന്തായാലും വീടുകൾ പൂർണ്ണമായും കത്തി നശിച്ച നിലയാണ്. മേൽക്കൂര വരെ ഇപ്പോൾ ഈ കത്തി നശിച്ച് താഴെ കിടക്കുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും ഈ ആൽത്തറമൂട് ഉന്നതിയാണ്. ഇവിടെയാണ് ഇത്തരത്തിൽ വലിയൊരു തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ ആളുകളും ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെയുള്ളവരെയൊക്കെ, അതായത് ഇവിടെ താമസിച്ചിരുന്നവരെയൊക്കെ മറ്റ് ഇടങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. കൂടുതൽ ഫയർഫോഴ്സ് സംഘം എത്തി ഇവിടെ, അതായത് ഇവിടെ ഇട്ടിരിക്കുന്ന ഗ്യാസ് സിലിണ്ടറുകൾ, അത് നമുക്കറിയാം കത്തി നശിച്ച സിലിണ്ടറുകളാണ്. അതായത് ഈ ഒന്ന് കത്തി നശിച്ച് അതിനുള്ളിൽ നിന്നുള്ള ഗ്യാസ് പുറത്തു വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിൽ കൂടുതൽ അപകടം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വീടുകളിലേക്ക് തീ കത്തി പടരാൻ ഒരു കാരണമായത് ഇത്തരത്തിൽ തന്നെയാണ്. എന്തായാലും ഇവിടേക്ക് ജനപ്രതിനിധികളടക്കം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടേക്ക് എത്തുന്ന സമയത്ത് ഇത്തരത്തിൽ കൂടുതൽ വീടുകളിലേക്ക് ഈ തീ പടർന്നു. ഫയർഫോഴ്സ് അടിയന്തര സഹായം പെട്ടെന്ന് അവർ ഓടിയെത്തിയത് കൊണ്ടാണ് ഇത്രയെങ്കിലും അപകടം വളരെ വേഗം തീ അണയ്ക്കാനും ഒക്കെ സാധിച്ചത്. കാരണം ഗ്യാസാണ്. അവർ വന്നപ്പോൾ അവർ പറഞ്ഞത്, അവർ വന്ന് കയറുമ്പോൾ തന്നെ ഒരു സിലിണ്ടർ പൊട്ടിത്തെറിക്കുകയായിരുന്നു. അപ്പം വളരെ അപകടകരമായ ഒരു അവസ്ഥ. കാരണം ഈ ചേരി പ്രദേശം ഇന്നും ഇന്നലെയും അല്ല, ഞാൻ പല മരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വരാറുള്ളതാണ്. വളരെ ദയനീയമാണ് ഇവിടെ താമസിക്കുന്ന ആളുകളുടെ അവസ്ഥ. ഇതുപോലെ പല സ്ഥലങ്ങളിലുമുണ്ട്, പല ഡിവിഷനുകളിലുമുണ്ട്. പക്ഷേ ഇത് ഭരണാധികാരികളുടെ അനാസ്ഥ മൂലമാണ്. കാരണം PMAY പദ്ധതി പ്രകാരം ഒരുപാട് വീടുകൾ വെച്ച് കൊടുക്കുമ്പോഴും ഇവരെ എന്തുകൊണ്ട് കാണാതെ പോകുന്നു എന്ന് നമുക്കറിയാൻ സാധിക്കുന്നില്ല. ഇവർക്കല്ലേ കൊടുക്കേണ്ടത്? യഥാർത്ഥത്തിൽ ഇങ്ങനെ ചേരി പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾക്കാണ് നമ്മൾ വീട് വെച്ച് കൊടുക്കേണ്ടത്. അവരെയാണ് നമ്മൾ മുന്നിലേക്ക് കൊണ്ടുവരേണ്ടത്. പക്ഷേ ഇത് ഒറ്റയടിക്ക് ഒരു കോളനിയാണ്. ഇന്നും ഇന്നലെ ഉള്ളൊരു കോളനിയല്ല. അപ്പോൾ ഈ കോളനികൾ അടിയന്തര സഹായമായ പല കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടടുത്ത് ഒന്നുമല്ല. നോക്ക്, നമ്മളൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഈ ഇത്രയും ഒരു അപകടകരമായ അവസ്ഥയിലും തീ അണയ്ക്കാൻ പോലും വളരെയധികം പ്രയാസപ്പെടുകയാണ്. വണ്ടികൾ വന്ന് അകത്ത് കയറാൻ പോലും പറ്റാത്തൊരു സാഹചര്യം, ഒരു കുഴിയാണിത്. അപ്പോൾ അത് ഇനിയെങ്കിലും ഭരണാധികാരികൾ കണ്ട്, ഇനി വരുന്ന ഭരണാധികാരികളെങ്കിലും ഇതിന് മുൻകൈ എടുത്ത് ഒരു കെട്ടിടം നിർമ്മിച്ചു കൊടുക്കണം. തീർച്ചയായും. എന്തായാലും ഇവിടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത അടക്കം ഇവിടേക്ക് എത്തുന്നവർ വ്യക്തമാക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ ഈ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഈ ഭൂമിക്ക് പട്ടയം കിട്ടാത്തതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കടക്കം നമ്മൾ വാർത്ത ചെയ്തിരുന്നു. ഏതായാലും ഇവിടെ നിന്നുള്ള ജനങ്ങളൊക്കെ തന്നെ വളരെയധികം പരാതികളും നമ്മളോട് പറഞ്ഞിരുന്നു. കാരണം വീടുകളുടെ അവസ്ഥ അവർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഭൂമി പട്ടയം പതിച്ചു നൽകാത്തതടക്കം വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഇവിടെ ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഈ വീട്ടിലെത്തി, അതായത് കൂടുതൽ തീ നിയന്ത്രണ വിധേയമാക്കുവാൻ വേണ്ടി കൂടുതൽ ടീം അംഗങ്ങളെത്തി മറ്റ് പ്രവർത്തനങ്ങളൊക്കെ നടത്തുകയാണ്. എന്തായാലും ഇവിടെയുള്ള ആളുകളെയൊക്കെ മറ്റിടങ്ങളിലേക്ക് മാറ്റി എന്നുള്ളത് തന്നെയാണ് ലഭിക്കുന്ന വിവരം.